നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളത് പലരും ഇപ്പോൾ ഒരു സംശയ ദൃഷ്ട്യ വീക്ഷിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ പല ഭാഗത്തുനിന്നും നമുക്കുണ്ടായിട്ടുണ്ട്. പലരും നമ്മൾ പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നിലക്കാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പൊ ഏതാണ്ട് 1.5 വർഷത്തിന്റെ ഒരു MLA സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവരും പറയും. ഈ നിലമ്പൂരിന്റെ അവസ്ഥ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാണ്. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ 2 ടേമായി നമ്മൾ ഈ ഇടതുപക്ഷവും അതിന് മുമ്പുള്ള കാലങ്ങളിലൊക്കെ നമ്മൾ വലതുപക്ഷവും MLA-മാരെ സൃഷ്ടിച്ച മണ്ഡലമാണ് നിലമ്പൂർ. ഇപ്പൊ ധൃതി പിടിച്ച് ഇപ്പൊ നമുക്ക് ഒരു ഇലക്ഷന് ഇവിടെ സാധ്യമാകുന്നത് എന്തിനാണ് എന്നുള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവിടെ ഇപ്പോൾ നമ്മൾ കൺവെൻഷനും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ ശക്തി എത്രയുണ്ട് എന്ന് നോക്കുന്നതിന് മാത്രമായിട്ടാണ് ഇപ്പൊ നമ്മൾക്കൊരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. കാരണം ഇപ്പൊ ഇവിടെ ആര് ജയിച്ചാലും ഇവിടെ നിലവിലുള്ള ഭരണത്തിന് യാതൊരു കോട്ടവും വരുന്നില്ല. അതുപോലെ തന്നെയാണ് പ്രതിപക്ഷത്ത് ചിലപ്പം ഒരു സീറ്റ് കൂടിയിരിക്കും എന്നതിൽ കവിഞ്ഞ് ഒരു ഗുണവും അവിടെ ഇല്ല. അതല്ലെങ്കിൽ ഭരണപക്ഷത്തും അങ്ങനെ തന്നെ, പ്രതിപക്ഷത്തും അങ്ങനെ തന്നെ. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇവിടെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ച് വ്യാപാര വ്യവസായി ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ സംഘടനയുടെ ജീവൻ മരണ പോരാട്ടം. ഒരു യോഗം വിളിക്കാനുള്ള കാരണം, നമ്മൾ നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മത്സരിക്കുമെന്ന് നമ്മൾ പറയുകയുണ്ടായി. അങ്ങനെ സാധാരണ പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ വല്ലാതെ ഗതികേട് സംഘടനയ്ക്ക് വന്നപ്പോൾ ഇനി നമുക്കൊരു കുറവുണ്ട്, നമുക്കൊരു പരിഗണന, അതുകൊണ്ടൊരു പരിഗണന കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് വോട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു പരിഗണന കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു പാഠമാണ് ഇങ്ങനെ ചിന്തിക്കാനുണ്ടായ ഒരു കാരണം. അങ്ങനെ ചിന്ത വരികയും മത്സരിക്കുമെന്ന് പറയും. അതിനുശേഷം നിലമ്പൂർ മണ്ഡലത്തിൽ 15 യൂണിറ്റാണ് നമുക്കുള്ളത്. 15 യൂണിറ്റിനെയും ഒരു യോഗം വിളിച്ച് അതിൻ്റെ PST വിളിച്ച്, മണ്ഡലം PST വിളിച്ച് ആരാഞ്ഞു. ഇങ്ങനെ ഒരു മത്സരം വേണമെന്ന് പറയാനുണ്ടായ കാരണം, നമുക്കും ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുമോ? കേരളത്തിലെ ചെറിയ സംഘടന ഒന്നല്ല, 10 ലക്ഷം വരുന്ന വ്യാപാരികളുടെ ഒരു സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ആയിരിക്കാം, കോൺഗ്രസ് ആയിരിക്കാം, കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം. പക്ഷെ അതിലുപരി എൻ്റെ ജീവിത മാർഗമാണ് കച്ചവടം. എൻ്റെ മക്കൾക്ക് നാളെ കച്ചവടം ചെയ്യണം. അതിന് അങ്ങനെ ഇനി പറ്റില്ല. എത്രയോ കാലമായി നമ്മളൊക്കെ ഈ രാഷ്ട്രീയം പറഞ്ഞ് നടക്കുന്നുണ്ട്. നമുക്ക് എന്ത് ഗുണം കിട്ടിയത്? ആർക്കെങ്കിലും പണം കൂട്ടിയുണ്ട്? ഇടതിൻ്റെ എഴുതാനും വലതിൻ്റെ എഴുതാൻ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. നമുക്കറിയാലോ, UDF-ന്റെ കാലത്താണ് വാടക കൂടി അതിന് വേണ്ടിയിട്ട് രാപ്പകലില്ലാണ്ട് നമ്മൾ കളിക്കട്ടും. കച്ചവടക്കാരനെ ഒഴിപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യം. ഏത് കച്ചവടക്കാരനും ഒരു നോട്ടീസ് വന്ന് അപ്പോൾ ഒഴിച്ചു കൊടുത്തു കൊടുക്കണം. എന്തെല്ലാം ചെയ്തു നോക്കി ഗവൺമെന്റ് പിന്നാലെ. അത് UDF ഗവൺമെന്റ് നമുക്ക് അനുവദിച്ച് കിട്ടിയില്ല. അതേപോലെ എണ്ണി പത്താൽ ഇന്നും ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് ഒക്കെ അനുഭവിക്കുന്ന ആളുകളാണ് നിങ്ങൾ മുഴുവൻ. എന്ത് ന്യായമാണുള്ളത്? ചെറിയ കച്ചവടക്കാരനെ മാത്രം പ്രതിപിച്ച് ദൂരെ പോലത്തെ വലിയ കച്ചവടക്കാരൻ നിങ്ങൾക്ക് കേൾക്കുന്ന ഒരു പീസാണ് വാങ്ങിക്കുന്നത്. വല്ല മര്യാദ കാണിക്കുന്നുണ്ടോ? ഈ ചെറിയ കച്ചവടക്കാരെങ്കിലും അതിനൊന്ന് പീസ് അടവ് നൽകണ്ടേ? ഫൈന് നിങ്ങളൊക്കെ അടക്കത്തെ ആളുകളല്ലേ? നിരന്തരമായി മന്ത്രിമാരോടും അതിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളോടും സംഘടന കരഞ്ഞ് പറഞ്ഞിട്ട് നിവേദനം കൊടുത്ത് മടുത്തുന്നല്ലാതെ ഒരു വാക്ക് നമുക്ക് വേണ്ടി ചലിക്കുന്നില്ല. ആത്മഹത്യ എന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം,
നടന്നു നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മതേതര നിയോജക മണ്ഡലത്തിനകത്തും പുറത്തുമായി കച്ചവടം ചെയ്യുന്ന വോട്ടർമാരായിട്ടുണ്ട്. അവരുടെ വീട്ടിലൊരു ഭാര്യ, ഒന്നിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, മിനിമം 3 മക്കൾ, 5 പേര്, 20,000 വോട്ട് നമ്മുടെ സ്വന്തം പെട്ടിയിലിരിക്കുക. നമ്മുടെ കയ്യിൽ 20,000 വോട്ട് ഇരിക്കുക. 10,000 തൊഴിലാളികൾ കാണും. ഈ വ്യാപാര സ്ഥാപനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന പീഡിക തൊഴിലാളികൾ 10,000 ആളുകൾ. 10,000 ആളുകളുടെ കയ്യിൽ 50,000 വോട്ടിരിക്കുക. അപ്പോൾ 70,000 വോട്ട്. ലോകത്തിനാകെ മാതൃകയായി കോവിഡ് കാലഘട്ടത്തിൽ ഒരു മലയാളിയും ഒരു മലപ്പുറക്കാരനും പട്ടിണിയാകരുത് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് വ്യാപാരിയാണോ വ്യവസായിയാണോ എന്ന് നോക്കാതെ പട്ടിണി അനുഭവിച്ച കുടുംബത്തിലേക്ക് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തീരുമാനമെടുത്ത നിലപാടെടുത്ത മലപ്പുറത്ത് ഈ നിയോജക മണ്ഡലത്തിലും ഒരു 10,000 വോട്ടെങ്കിലും സാധാരണക്കാരായ നിഷ്പക്ഷമതികളായ ആളുകൾ നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ 80,000 വോട്ട് മലപ്പുറം ജില്ലയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നതായി ആദ്യം ഞാൻ പറയുകയാണ്. കാരണം കേരളത്തിലെ ഏറ്റവും സന്മനസ്സുള്ളവരുടെ, സത്യസന്ധന്മാരുടെ, ആരെയും വഞ്ചിക്കാത്തവരുടെ ഒന്നാമത്തെ കേരളത്തിലെ ജില്ല മലപ്പുറം ജില്ലയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പെട്ട അംഗങ്ങൾക്കും മലപ്പുറം ജില്ലയേക്കാൾ വലിയൊരു ജില്ല, നന്മയുള്ളൊരു ജില്ലയെ കണ്ടെത്താൻ കഴിയില്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് ശ്രീ കുഞ്ഞോഹാജി, കുഞ്ഞുമുഹമ്മദ് അടക്കമുള്ള ജില്ലയുടെ നേതാക്കളെല്ലാം. 1981 വരെ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടും പ്രയാസവും കഴിഞ്ഞ 44 വർഷങ്ങൾക്ക് മുമ്പ് കച്ചവടം നടത്തിയിട്ടുള്ള വ്യാപാരികൾക്ക് അറിയാം. അത് അവസാനിപ്പിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. ചുമട്ടുതൊഴിലാളികളെ കൊണ്ടുള്ള ശല്യം, സെയിൽ ടാക്സുകാരെ കൊണ്ടുള്ള ശല്യം, പോലീസുകാരെ കൊണ്ടുള്ള ശല്യം, രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുള്ള ശല്യം, ഗുണ്ടകളെ കൊണ്ടുള്ള ശല്യം. നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ ചുമട്ടുതൊഴിലാളികൾ ഇന്ന് നമ്മളുമായി ആലോചിച്ചാണ് കൂലി നിശ്ചയിക്കാൻ അവസരമുണ്ടാക്കിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ സെയിൽ ടാക്സുകാരടക്കമുള്ളവരെ കടത്തിവിടാതിരിക്കുവാനുള്ള നിയമമുണ്ടാക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരുടെ പേരിൽ പണപ്പിരിവ് നടത്തി, അനാവശ്യമായ പിരിവ് നടത്തി, അത് അവസാനിപ്പിച്ച് അത് ചെയ്യാത്ത ഭുവനേന്ദ്രൻ എന്ന വ്യാപാരിയെ ഇടിച്ചു കൊന്ന് നിങ്ങൾക്കറിയാം തിരുവനന്തപുരം. അതൊക്കെ അവസാനിപ്പിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ച സംഘടനയാണ്. 1981 ഈ സംഘടന തുടങ്ങി. ഈ സംഘടന നമ്മളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാക്കി. എന്നാൽ ഇന്നെന്താണ് സ്ഥിതി? സെയിൽ ടാക്സിന്റെയോ GST ഉദ്യോഗസ്ഥന്റെയോ ഒന്നും ബുദ്ധിമുട്ട് നമുക്കില്ല, ചുമട്ടുതൊഴിലാളികളുടെ ബുദ്ധിമുട്ടില്ല, പോലീസിന്റെ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം ചെറുകിട വ്യാപാരികൾക്ക് വ്യാപാരമില്ല. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല. സാധാരണ ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സാധാരണപ്പെട്ട ജനങ്ങൾ വലിയുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് താരതമ്യമുള്ള ജനങ്ങളുടെ അവസ്ഥ അറിയില്ല. നമ്മുടെ വ്യാപാരികൾക്കാണ്, നമ്മളുമായിട്ടാണ് സാധാരണക്കാർക്ക് ബന്ധം. അവരെ പട്ടിണി മാറ്റുന്നത് നമ്മളാണ്. മറ്റു സാധനം കൊടുത്തും സഹായിക്കും, വീട് വെക്കാൻ സാധനം കൊടുത്ത് സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന നമ്മളോടാണ് നിലമ്പൂരടക്കമുള്ള ആളുകൾ പല പ്രാവശ്യമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ മാറ്റം വരുത്തണം, സാധാരണക്കാരെ കൂടെ ഉൾക്കൊള്ളുന്ന ഒരു നിയമം രാജ്യത്തുണ്ടാകണം. സാധാരണക്കാർക്ക് വാങ്ങൽ ശേഷി ഭാരതത്തിന്റെ വിജയമായി മാറും, ഒരു സംശയമില്ല. നമുക്ക് നയമുണ്ട്, നമുക്കൊരു സാമ്പത്തിക നയമുണ്ട്, നമുക്കൊരു കാർഷിക നയമുണ്ട്, നമുക്കൊരു വ്യാപാര നയമുണ്ട്, നമുക്കൊരു വ്യവസായ നയമുണ്ട്. അതെല്ലാം രാജ്യത്തെ ജനങ്ങളെ എല്ലാവരെയും സഹായിക്കും.
10 ലക്ഷത്തിലധികം വരുന്ന ആളുടെ സഹായങ്ങൾ, അവരുടെ ബന്ധുക്കളുടെ, അവരുടെ സുഹൃത്തുക്കളുടെ ഒക്കെ സഹായം ഈ മണ്ഡലത്തിലുണ്ടാകും. വലിയൊരു വിപ്ലവമായിരിക്കും നിലമ്പൂർ നടക്കാൻ പോകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു തരത്തിലും നിങ്ങൾ ഭയപ്പെടേണ്ട. വിജയം നമ്മളോടൊപ്പം തന്നെയായിരിക്കും.